എന്നാൽ പിന്നെ തുടങ്ങല്ലേ. അപ്പോൾ അതാ ഗൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ കയ്യിൽ എന്താണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടും നോക്കാം. ഇന്ന് നമ്മൾ നടക്കുന്നത് കുറച്ചും കൂടെ പച്ചപ്പുള്ള സ്ഥലത്ത് കൂടിയാണ് കേട്ടോ. കാരണം എന്താണെങ്കിൽ നമ്മൾ ഉൾവഴിക്കൂടെയാണ് നടക്കുന്നത് ഗൈസ്. മെയിൻ റോഡ് ഞങ്ങൾ വിട്ടു. ഈ വഴിക്ക് കുറച്ച് വളവുകൾ അധികമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഈശോ കുറേ സമയം എടുക്കുമോ ഗൈസ്. പിന്നെ പോരാ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് അറിയും ചെയ്യും. അപ്പോൾ ഞാൻ വിഷ്ണുവോട് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എൻ്റെ അടുത്ത് നീ പേടിക്കേണ്ട, നിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ തന്നെ പോകാമെന്ന്. പിന്നെ വിഷ്ണുവിൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു വടി ഉണ്ട് കേട്ടോ. കാരണം ഈ വഴിയിൽ തീരെ പട്ടിക്കുട്ടികളില്ലാത്ത കാരണം വടി നിർബന്ധമാണ് ഗൈസ്. കാരണം വടിയില്ലാതെ ഈ വഴിക്ക് പോകാൻ പറ്റില്ല. അത്യാവശ്യം ഒരു കുഞ്ഞു തലങ്ങളിൽ എടുത്ത് കൈപിടിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ എത്ര വരെ ഒരു ആനപ്രേമിയായ എൻ്റെ കെട്ടിയവരുണ്ടല്ലോ വടിയൊക്കെ കൈപിടിച്ച് ഇങ്ങനെ നിന്ന് കണ്ടിട്ടുള്ളത് ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനേനെ. ആനയുടെ കൂടെ അത്യാവശ്യം ഓരോ കാര്യങ്ങൾക്ക് ഓരോ പരിപാടിക്കൊക്കെ വിഷ്ണു പോയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിനൊക്കെ കുറേ മുൻപാണ് അങ്ങനെ പോയിട്ടുള്ളത്. ഇപ്പോൾ ഈ കുഞ്ഞാനേനെ തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വടി കൈപിടിച്ചിട്ട് നടക്കുന്നത്. അങ്ങനെ തന്നെ തിളച്ചു ഗൈസ്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി അപ്പനൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് കുക്കുമ്പറൊക്കെ കൊടുത്ത് പിന്നെ അവിടെ നിന്ന് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം അവിടെ ഞങ്ങൾ പിന്നെ അവിടെ വരുന്ന വഴിക്ക് ആൻറ്റിയുടെ വീട്ടിൽ കയറിയിട്ടാണ്. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ വന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഗൈസ് വീടെത്തി ഗൈസ്. പിന്നെയും വീടെത്തി ഗൈസ്.